आगे आती हाल दिल बेहसी വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരിക്കുമ്പോഴാണ് വലിയ നൈരാശ്യത്തിലേക്ക് ചെന്ന് ചാടുക എന്ന് പറയാം. കൊയ് ഉമ്മീദ് ബർ നഹിയാൽ, ഞാൻ ഇനി എന്തിനെക്കുറിച്ചാണ് പ്രതീക്ഷിക്കേണ്ടത്? ആ ജീവിതത്തെ പ്രകാശത്തിലേക്ക് കൊണ്ടുപോകാൻ മറ്റു പലർക്കും സാധിച്ചേക്കും. ചെറിയ ചെറിയ നിമിഷങ്ങളെ ആസ്വദിച്ചിരുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു. വല്ലാത്തൊരു ഹൃദയം. ഇപ്പൊ ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു വലിയ പടുകുഴിയിലാണ്. ജീവിതം ഒടുങ്ങുകയാണ് എന്നാണ് ആ ഹൃദയം മനസ്സിലാക്കുന്നത്. മുമ്പിൽ മറ്റു വഴികളില്ലാഞ്ഞിട്ടല്ല, ആ വഴികൾ ഈ കണ്ണുകളിൽ തെളിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ കാരണം. വരിയാത്തിലേക്ക് സ്വാഗതം. മനുഷ്യജീവിതം എല്ലായ്പ്പോഴും ഒരുപോലെ നിൽക്കണം എന്നില്ല. സന്തോഷങ്ങൾ, സന്താപങ്ങൾ, നൈരാശ്യങ്ങൾ, കടുത്ത വിഷാദം, ഇതൊക്കെ ഒരു ജീവിതത്തിൽ എപ്പോഴും കടന്നു വരാവുന്ന സംഗതികളാണ്. വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരിക്കുമ്പോഴാണ് വലിയ നൈരാശ്യത്തിലേക്ക് ചെന്ന് ചാടുക എന്ന് പറയാറുണ്ട്. മനുഷ്യൻ ആഗ്രഹങ്ങൾക്ക് പിറകെ സഞ്ചരിക്കുന്ന ഒരു ജീവിയാണ്. ഒരുപാട് ഉപായങ്ങൾ നോക്കി, ഒരുപാട് വഴികൾ തേടി ഒന്നും ഫലവത്താകുന്നില്ല എന്ന് കാണുമ്പോൾ കടുത്ത നൈരാശ്യത്തിലേക്ക് അവൻ പോവുക എന്നുള്ളത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. മിർസ ഗാലിബ് പൊതുവെ കഠിനമായി എഴുതുന്ന, കഠിനമായ വാക്കുകൾ കൊണ്ട് ഗസലുകൾ തീർക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്ത് രീതിയെക്കുറിച്ച് അക്കാലത്ത് പ്രധാനമായും ഉണ്ടായിരുന്ന ആക്ഷേപവും അത് തന്നെയാണ്. പക്ഷേ കടുത്ത നൈരാശ്യത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു ഗസൽ അത്തരം കഠിനമായ വാക്കുകളൊന്നും ഉപയോഗിക്കാതെയാണ് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ജീവിതത്തിൻ്റെ വലിയ പ്രയാസങ്ങൾ ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ എഴുതണമെന്ന് അദ്ദേഹത്തിനുണ്ടായിരിക്കും. ഒരു സാധാരണ മനുഷ്യൻ്റെ നൈരാശ്യം, അവൻ്റെ ചിന്തകൾ അത്രയും സാധാരണമായി എഴുതുമ്പോഴാണ് അതിന് ഭംഗി എന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കും. അദ്ദേഹം കടുത്ത നൈരാശ്യത്തെക്കുറിച്ച് എഴുതുന്നത് ഇങ്ങനെയാണ്: कोई उम्मीद बर नहीं आती, कोई सूरत नजर नहीं आती. कोई उम्मीद भर नहीं आती, कोई उम्मीद भर नहीं आती, कोई उम्मीद भर नहीं आती, कोई सूरत नजर नहीं आती, कोई उम्मीद भर नहीं आती. ഇനി ഒരു പ്രതീക്ഷയില്ല. ഈ ജീവിതം ഇതാ, എല്ലാ പ്രതീക്ഷകളും മറ്റ്, എല്ലാ മോഹങ്ങളും അസ്തമിച്ച് ഒരു വഴിയുമില്ലാതെ നിൽക്കുകയാണ്. ഞാൻ ഇനി എന്തിനെക്കുറിച്ചാണ് പ്രതീക്ഷിക്കേണ്ടത്? ഇതിനേക്കാൾ കഠിനമായ ഒരു അവസ്ഥ എനിക്ക് വരാനില്ല. എല്ലാ പ്രതീക്ഷകളും, എല്ലാ മോഹങ്ങളും, എല്ലാ ആഗ്രഹങ്ങളും ഇവിടെ അസ്തമിച്ചു. കൊയ് സൂരത്ത് നസർ നഹി ആത്തി. ഉപായത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം പോലും, ഒരു നേർത്ത സൂചന പോലും എൻ്റെ മുന്നിൽ തെളിയുന്നില്ല. ഞാൻ ഇനി എന്ത് പ്രതീക്ഷിക്കാനാണ്? ജീവിതത്തെക്കുറിച്ചുള്ള വലിയ നൈരാശ്യം നേരിടുന്ന ഒരു മനസ്സിൻ്റെ ഒരു നിമിഷത്തെ വിങ്ങലാണ് യഥാർത്ഥത്തിൽ ഗാലിബ് ഈ കുറിച്ച് വെച്ചിട്ടുള്ളത്. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ഒരു ജീവിതത്തിൻ്റെ, ഒരു ജീവൻ്റെ അവസാന നിമിഷത്തെ ഒരു ഏങ്ങലടി, ഒരു വിലാപം. എൻ്റെ മുന്നിൽ ഒരു ഉപായവുമില്ല എന്ന് പറയുമ്പോൾ അയാൾക്ക് കാണാൻ ഒരു ഉപായമില്ല എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. ആ ജീവിതത്തെ പ്രകാശത്തിലേക്ക് കൊണ്ടുപോകാൻ മറ്റു പലർക്കും സാധിച്ചേക്കും. മുൻപ് ഈ ജീവിതത്തെ ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ നോക്കിക്കണ്ടിരുന്നത്. ചെറുപുഞ്ചിരിയോടെ, വലിയ സന്തോഷത്തോടെ, ചെറിയ ചെറിയ നിമിഷങ്ങളെ ആസ്വദിച്ചിരുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു. മുന്നോട്ടുള്ള ഓരോ കാൽവെപ്പിലും പ്രതീക്ഷകൾ നിറഞ്ഞു നിന്നിരുന്ന സമയം ഉണ്ടായിരുന്നു. അത് എത്ര പെട്ടെന്നാണ് മാറി മറിഞ്ഞത്. എൻ്റെ എല്ലാ പ്രതീക്ഷകളും എത്ര പെട്ടെന്നാണ് അസ്തമിച്ചു പോയത്. ഇങ്ങനെ ഒരു ഉപായവും മുന്നിലില്ലാത്ത വിധം ജീവിതം മാറി മറിയുമെന്ന് ഞാൻ കരുതിയിരുന്നേയില്ല. അത്തരമൊരു മനസ്സാണ് പറയുന്നത് ജീവിതത്തിൽ
ഞാനിനി ഒരു പ്രത്യാശാകിരണവും കാണുന്നില്ലല്ലോ. എൻ്റെ കാഴ്ചയിൽ ഒരു ഉപായവും തെളിയുന്നില്ലല്ലോ. ഈ ഈരടിക്ക് ശേഷം അദ്ദേഹം ആ മനുഷ്യന്റെ ഒരു അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ആകെ ആത്തി थी हाल दिल पे हंसी अब किसी बात पर नहीं आती. आगे आती थी, आगे आती थी, आगे आती, आगे आती, हाल दिल पे हंसी आगे आती थी, हाल दिल पे हंसी, हाल दिल पे हंसी, हाल दिल पे हंसी आगे आती थी, हाल दिल पे हंसी अब किसी बात पर नहीं आती. ആകെ ആത്തി थी हाल दिल पे हंसी. മുമ്പ് എൻ്റെ ഹൃദയത്തെക്കുറിച്ച്, എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ചിരി വരുമായിരുന്നു. വല്ലാത്തൊരു ഹൃദയം. എത്ര നൈർമല്യത്തോടു കൂടിയാണ് അത് പെരുമാറുന്നത്. എത്ര പെട്ടെന്നാണ് അതിൻ്റെ അവസ്ഥ മാറി മറിയുന്നത്. സന്തോഷിക്കുന്നത്, സന്താപത്തിലേക്ക് പോകുന്നത്, ദുഃഖത്തിൻ്റെ തീവ്രമായ അവസ്ഥകളിലേക്ക് നീങ്ങുന്നത്. പിന്നീട് അതേ നിമിഷം കൊണ്ട് ഒരു കെട്ടിപ്പിടുത്തം കൊണ്ട്, ഒരു ആലിംഗനം കൊണ്ട് ആ ദുഃഖം മറനീങ്ങിപ്പോകുന്നു. ഇതൊക്കെ ഹൃദയത്തിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന പ്രതിഭാസങ്ങളാണ്. ഇതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി വരുമായിരുന്നു. അതൊക്കെ ആലോചിക്കാൻ എനിക്ക് സമയമുണ്ടായിരുന്നു. ഇപ്പം ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു വലിയ പടുകുഴയിലാണ്. എൻ്റെ മുമ്പിൽ അതൊന്നും ആലോചിക്കാനൊരു സമയമില്ല. മുന്നിൽ അതാലോചിച്ചിരിക്കാനുള്ള ഒരു പ്രത്യാശയുടെ നിമിഷവും ഞാൻ കാണുന്നില്ല. അതൊക്കെ അസ്തമിച്ചിട്ടുണ്ട്. ഇപ്പം എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? അബ് കിസി ബാത്ത് പർ നഹി ആത്തി. ഇപ്പോൾ ഒരു കാര്യത്തിലും എനിക്ക് ചിരി വരുന്നില്ല. പണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ഏതവസ്ഥയിലായിരുന്നാലും എനിക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേക്ക് ചിരി വരുമായിരുന്നു. ഇത് വല്ലാത്തൊരവസ്ഥയാണ് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി വരുമായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ ഒന്നിലും ചിരി വരുന്നില്ല. കാരണം എൻ്റെ മുമ്പിൽ എല്ലാ പ്രത്യാശകളും അസ്തമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ജീവിതം ഇവിടെ അവസാനിക്കുകയാണ് എന്നുള്ള തോന്നൽ ഹൃദയത്തെ വല്ലാതെ മതിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇനി സന്തോഷിക്കാൻ, ഒന്നോർത്ത് ചിരിക്കാൻ ഈ ഹൃദയത്തിന് നേരമില്ല. അതിന് പറ്റിയ അവസ്ഥയല്ല. ഒരു വിഷാദത്തിന് അടിമപ്പെട്ട, മുന്നിലൊരു പ്രതീക്ഷയും കാണാത്ത ഒരു ഹൃദയത്തെ വാലിബ് എത്ര മനോഹരമായാണ് വരച്ചു വെച്ചത് നോക്കൂ. ജീവിതം ഒടുങ്ങുകയാണ് എന്നാണ് ആ ഹൃദയം മനസ്സിലാക്കുന്നത്, അത് വിചാരിക്കുന്നത്. അത്തരമൊരു ഒടുങ്ങാൻ വെമ്പൽ കൊണ്ടിരിക്കുന്ന ഹൃദയത്തിന് ഒരു പ്രത്യാശയും കാണാൻ സാധിക്കില്ല. മുമ്പിൽ മറ്റു വഴികളില്ലാഞ്ഞിട്ടല്ല, ആ വഴികൾ ഈ കണ്ണുകളിൽ തെളിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ കാരണം. മനുഷ്യൻ എത്ര നിസ്സാരനാണ് എന്ന് നമ്മുടെ കടുത്ത വിഷാദങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നമ്മൾ പണ്ട് എന്തിനെക്കുറിച്ച് സന്തോഷത്തിലായിരുന്നോ അതായിരിക്കും നമ്മെ ഇപ്പോൾ വിഷാദത്തിലേക്ക്, അതീവ ദുഃഖങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ടാവുക. ഈ കാര്യമാണ് യഥാർത്ഥത്തിൽ ഗാലിബ് ഈ രണ്ട് ഈരടികളിൽ പറഞ്ഞു വെക്കുന്നത്. ഇതിൽ വേറെയും ഈരടികളുണ്ട്, നമുക്കവ മറ്റൊരിക്കൽ ചർച്ച ചെയ്യാം. ഏറെ നന്ദി. कोई सूरत नजर नहीं आती, कोई उम्मीद